അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങളായി ജീവിച്ചു പോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, അങ്ങനെ നമ്മൾ മാതൃകാ മഹാന്മാരായി എണ്ണപ്പെടുന്ന ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നേ വരെയുള്ള എല്ലാ മഹാന്മാരും മഹദികളും ഒരുപോലെ ചെയ്ത ഒരു ഇബാദത്ത് നമ്മളും ചെയ്യുക എന്ന് വെച്ചാൽ അത് ദുആ. ദുആ ചെയ്യാത്ത ഒരു നബിയും കഴിഞ്ഞിട്ടില്ല. ദുആ ചെയ്യാത്ത ഒരു വലിയും ചരിത്രത്തിൽ കാണൂല. വിശുദ്ധ ഖുർആൻ തന്നെ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാമിന്റെ ദുആ, ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ, ശൈഖുൽ അംബിയാ അലൈഹിസ്സലാമിന്റെ ദുആ, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആ, ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആ, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ദുആ, ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ദുആ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അമ്പിയാക്കളും ദുആ ചെയ്തിട്ടുണ്ട്. ഖുർആനിൽ അവരുടെയൊക്കെ ദുആകൾ നമുക്ക് കാണാൻ പറ്റും. വിവിധ സൂറത്തുകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ദിക്റിന്റെ കിതാബ്, 1000 വക ദിക്റിന്റെ ഏട്, 313 വക ദിക്റിന്റെ ഏട്, 101 വക ഏടുകൾ, ഇതൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ദുആ, റിഫായി ശൈഖ് തങ്ങളുടെ ദുആ, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ ദുആ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ ദുആ, അങ്ങനെ ദുആ അവരുടെ ഒക്കെ ദുആ. അപ്പോ നാം ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ദുആർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് സംഗതി? അതെ, വിശ്വാസിയായ ഒരാൾ ഉടമസ്ഥനായ അല്ലാഹുവിനോട് നേരിൽ അഭിമുഖ സംഭാഷണം നടത്തുന്നു എന്നാണ് ദുആഇന്റെ അർത്ഥം. ദുആ ചെയ്യുമ്പോൾ ഒരു അദബിൽപ്പെട്ടതാണ് കൈ ഉയർത്തുക എന്നത്. ദുആഇന് കൈ ഉയർത്തുക അത് ഒരു അദബിൽപ്പെട്ടതാണ്. നമ്മൾ തുറന്നു പിടിക്കുന്നത് കൈയാണെങ്കിലും നമ്മുടെ ഹൃദയമാണ് അല്ലാഹുവിന് മുമ്പിൽ തുറക്കുന്നത്. നമ്മുടെ ഹൃദയം അല്ലാഹുവിന് മുമ്പിൽ തുറക്കുകയാണ്. നമ്മുടെ രഹസ്യം അറിയുന്നവൻ അല്ലാഹ്, നമ്മുടെ പരസ്യം അറിയുന്നവൻ അല്ലാഹ്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹ്, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രഹസ്യ അറകളെ കാണുന്നവനും നിയന്ത്രിക്കുന്നവനും അല്ലാഹ്. ആ അല്ലാഹുവിന് മുമ്പിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം, നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം, നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ റബ്ബിന് മുമ്പിൽ തുറന്നു വെക്കുന്ന അപേക്ഷയുടെ ഒരു അഭിമുഖ സംഭാഷണമാണ് ദുആ. അതുകൊണ്ട് തന്നെ ആ ദുആ എല്ലാ സ്വാലിഹീങ്ങളും അല്ലാഹുവിനോട് ചെയ്തിട്ടുണ്ട്. അദ്ദുആഉ ഹുവൽ ഇബാദ, എല്ലാ ഇബാദത്തിന്റെയും അകക്കാമ്പാണ് ദുആ. ഒരു ഹദീസ് കാണാം, അദ്ദുആഉ മുഖ്ഖുൽ ഇബാദ, ഇബാദത്തുകളുടെ കാരറ്റ് തെളിയിക്കുന്ന സംഗതിയാണ് ദുആ. ഇബാദത്തുകളുടെ കാതലാണ് ദുആ. അങ്ങനെയുള്ള ദുആ അതിന് കുറെ മര്യാദകളും കാര്യങ്ങളും ഒക്കെ പാലിക്കാനുണ്ട്. ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ, നമ്മൾ നല്ല പോലെ ദിക്റും സ്വലാത്തും ഒക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം, ഒന്നും മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല. നാളെ ഒരു ചങ്ങാതിയുടെ ശരീരത്തിൽ നിന്ന് മലക്കുകൾ പോയി എന്ന് പറഞ്ഞു, ഒന്നും മിണ്ടാത്തതുകൊണ്ട് എന്തെങ്കിലും എഴുതാൻ കിട്ടണ്ടേ മലക്കുകൾ. അപ്പൊ നമ്മൾ നല്ലോണം സലാത്തും ദിക്റും ഒക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം, അപ്പോഴേ മലക്കുകൾക്ക് എഴുതാനും ഉണ്ടാവും. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ സ്വഹാബാക്കൾക്ക് ചില കഥകളൊക്കെ പറഞ്ഞു. അക്കൂട്ടത്തിൽ കാണാം, മൂസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യൻ
അയാൾ ഇരുന്നിട്ട് കരയാണ്. വലിയ കരച്ചിലും ദുആയും. ഇതിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് ദുആ ചെയ്യുന്നത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം കുറച്ച് സമയം അയാളെങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ ഇയാളെ കരച്ചിലും ദുആയും കണ്ടപ്പോ മൂസാ നബിയുടെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നുപോയി. അല്ലാഹുവേ, ഇയാൾ ചോദിക്കുന്ന കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ അയാൾക്കത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇയാൾ ചോദിക്കുന്ന കാര്യം എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് കൊടുക്കുമായിരുന്നു. ഇയാളെ കരച്ചിൽ കേട്ട് നോക്കുമ്പോ അങ്ങനത്തെ കരച്ചില. മൂസാ നബി അലൈഹി സ്വലാം അതങ്ങ് പറഞ്ഞതോടുകൂടെ ഉടനെ സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, മൂസാ നബിയെ, അയാൾ എത്ര ദുആ ചെയ്താലും അല്ലാഹുവിൽ നിന്ന് ദുആക്ക് ഉത്തരം കിട്ടുകയില്ല. അതെന്താ കാരണം? ഈ റോട്ടിലൂടെ നടന്നു പോകുന്ന ആളുകളൊക്കെ ഇയാളെ കരച്ചിൽ കണ്ടിട്ട് വല്ല സഹായവും കിട്ടിയെങ്കിൽ എന്നാണ് അയാളെ മനസ്സിലുള്ളത് മുഴുവനും. അല്ലാഹ് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അള്ളാനെ വിശ്വസിച്ചുള്ള ചോദ്യമല്ല. ഈ റോട്ടിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകളൊക്കെ ഇയാളെ കരച്ചിൽ കണ്ടിട്ട് വല്ലതും കൊടുത്തെങ്കിൽ എന്ന് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനോട് ജിബ്രീൽ അലൈഹി സ്വലാം എന്ന് പറയുന്നു, അയാൾ നേരം വെളുക്കോളം കരഞ്ഞിട്ടും അള്ളാഹുവിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. അപ്പോ നമ്മുടെ ദുആ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അമ്പിയാക്കൾ എല്ലാവരും ചെയ്ത, ഔലിയാക്കൾ എല്ലാവരും പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ദുആ എന്ന് പറയുന്നത്. നമ്മുടെ ഈ നാടുകളിലെല്ലാം നടക്കുന്ന ഉറൂസ് മുബാറക്കുകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതികളെല്ലാം എന്താണ്? അധികമായി ചെയ്യുന്നത് ദുആഇന്റെ സഭകളാണ്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നേരത്തെ തന്നെ എനിക്ക് പോകേണ്ട അർജന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ദുആ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വിലപ്പെട്ട ഒരു ഇബാദത്താണ് ദുആ. ആ ദുആഇന് വേണ്ടി നാം ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹ് എന്നത് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട ആദൂർ തങ്ങളുടെ അവിടെ എല്ലാം നടക്കുന്ന ഉറൂസ് മുബാറക്കുകൾ ഇന്നലെയും ഇന്നും നാളെയും സുബ്ഹാനല്ലാഹ് വലിയ പ്രോഗ്രാമുകൾ നടക്കുകയാണ്. അല്ലാഹുവേ, അതിനെല്ലാം നീ കബൂലിയത്ത് നൽകണേ അല്ലാഹ്, നീ കബൂലിയത്ത് നൽകണേ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ വിലപ്പെട്ട ഒരു സമയം ചെലവഴിക്കുമ്പോൾ അത് നമുക്ക് ഫലപ്പെടണം. അപ്പോ ദുആ എന്ന് പറയുന്നത് ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട ഹവ്വാ റളിയല്ലാഹു അൻഹ ആമീൻ പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ജിബ്രീൽ അലൈഹിസ്സലാമും ചേർന്ന് ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചു, ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ. അങ്ങനെ നമുക്ക് ഖുർആനിലുടനീളം നിരവധി ദുആകൾ കാണാം. അപ്പൊ ദുആ ചെയ്യുക എന്നത് സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന. നമ്മുടെ ശരീരത്തിൽ നമുക്ക് കണ്ണും കാതും കരളും കൽബും എന്ന് വേണ്ട, നമുക്ക് വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം നൽകുന്ന ഉടമസ്ഥനായ അള്ളാഹുവിനോട് നേരിൽ സംസാരിക്കാൻ അള്ളാഹു നൽകുന്ന അവസരമാണ് ദുആ എന്നത്.
ആ ദുആ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഹൃദയം അറിഞ്ഞ ദുആ, ഹൃദയം അറിഞ്ഞ ദുആ. അല്ലാഹ് എന്നത് ഹൃദയത്തിൽ നല്ല പോലെ വിശ്വസിച്ച് ഉറപ്പിച്ച് അങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് അല്ലാഹു തആല ആ ദുആഇന് പ്രതിഫലം നൽകുക. പക്ഷെ നമ്മൾ വിചാരിച്ച സമയത്ത് ദുആക്ക് ഉത്തരം കിട്ടും എന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മളിപ്പോ ദുആ ഇപ്പൊ തന്നെ എന്ത് കിട്ടുമാണ്, ഇപ്പൊ തന്നെ ഉത്തരം കിട്ടുമാണ് എന്ന് വിചാരിച്ചാൽ പറ്റൂല. നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഒരു വിഷയത്തിന് ദുആ ചെയ്തിട്ട് 200 കൊല്ലം കഴിഞ്ഞിട്ടാ ഉത്തരം കിട്ടിയത്. ആദം നബി അലൈഹിസ്സലാം അത്രയധികം വയസ്സ് ജീവിച്ചിട്ടുണ്ട്. 200 കൊല്ലം കഴിഞ്ഞിട്ടാ ഉത്തരം കിട്ടിയത്. സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഒരിക്കൽ ദുആ ചെയ്തിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉത്തരം കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ ശരീഫിന്റെ അടുത്ത് നിസ്കരിക്കുമ്പോൾ സുജൂദിൽ കിടക്കുന്ന സമയത്ത് ചീഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിടാൻ വേണ്ടി വന്നിരിക്കുന്ന ആ പിശാചിനെ അടക്കം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തിൽ വേദനിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഒരിക്കൽ ദുആ ചെയ്തപ്പോൾ ആ ദുആഇന് ശത്രുവിന് പരാജയം നൽകിക്കൊണ്ട് അള്ളാഹു തആല ഉത്തരം നൽകിയത് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് ബദർ യുദ്ധം നടന്നുകൊണ്ട് അതിനുള്ള ജവാബ് കിട്ടും, ഉത്തരം കിട്ടും. എന്നാൽ ദുആകൾ എന്ന് പറയുമ്പോ നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ ദുആ ചെയ്യും, അത് അപ്പോൾ തന്നെ ഉത്തരം കിട്ടും, അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മൾ ഇത്തരം ഉറൂസ് മുബാറക്കുകളിലൊക്കെ കൂടുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരും വരുന്നത് എന്താണ്? മഹാന്മാരെ സാക്ഷിയാക്കിക്കൊണ്ട് ദുആ ചെയ്യുമ്പോൾ അത് ഒരു വല്ലാത്ത പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ്. ഉറൂസുകളിലെല്ലാം സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, ഔലിയാക്കൾ, മഹാന്മാര്, സ്വാലിഹീങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ആമീൻ എന്ന് പറയുമ്പോ അത് ചെറിയ ലാഭമല്ല. എന്നാൽ ചില ദുആകൾ അല്ലാഹു തആല അപ്പോ തന്നെ ഉത്തരം നൽകും. മദീനത്തെ പള്ളിയിൽ നോക്കിയാൽ പഴയ മദീനത്തെ പള്ളി, നിങ്ങളൊക്കെ മദീനത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ കണ്ണ് വായിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. പഴയ പള്ളിക്ക് 6 വാതിലുകളാണ്. ഒന്ന് ബാബു ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വഹയുമായി വരുന്ന വാതിൽ. ആ ബാബു ജിബ്രീൽ എന്ന വാതിലിന്റെ വലഭാഗത്ത് ബാബുൽ ബഖീഅ്, ജന്നത്തുൽ ബഖീയിലേക്ക് ഇറങ്ങാനുള്ള വാതിൽ. അതിന്റെ ഇടഭാഗത്ത് ബാബുൻ നിസാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്ത്രീകൾക്ക് മസ്അലകളൊക്കെ ചോദിക്കാനും വിഷയത്തിനും വരാനുമൊക്കെയായി നബി തങ്ങൾ അന്ന് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന വാതിൽ. അവിടെ സ്ത്രീകൾക്ക് സമയം നിശ്ചയിച്ചിട്ട് ആ സമയത്ത് മാത്രമേ അതിലെ സ്ത്രീകൾ വരും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ ഒരിക്കൽ പോലും ആ വാതിലിന്റെ ഭാഗത്ത് കൂടെ സ്ത്രീകൾ ഇല്ലാത്ത സമയത്തും പോയിട്ടില്ല. സ്ത്രീകൾക്ക് വേണ്ടി നിശ്ചയിച്ച വാതിലാണ്. ആ വാതിൽക്കൽ കൂടെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും ആ വാതിൽക്കൽ കൂടെ കടന്നിട്ടില്ല. അത് സ്ത്രീകൾക്ക് വേണ്ടി നബി തങ്ങൾ നിശ്ചയിച്ചതാണ്. അപ്പൊ 3 വാതിലാണ്. നടുവിലുള്ള വാതിൽ ബാബു ജിബ്രീൽ, ഇപ്പുറത്തെ ബാബുൽ ബഖീഅ്, അപ്പുറത്ത് ബാബുൻ നിസാ. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് വന്നാൽ നേരത്തെയുള്ള മദീനത്തെ പള്ളി 70 മുഴം വീതിയിലും 70 മുഴം നീളത്തിലുമാണ് മുത്തനബി ഉണ്ടാക്കിയിരിക്കുന്ന അന്നത്തെ പള്ളി. പിന്നീട് അത് വികസിച്ച് ഇപ്പോഴത്തെ മദീനത്തെ പള്ളി എവിടെ എത്തി? 12 ലക്ഷം ആളുകൾ അകത്തും 8 ലക്ഷം ആളുകൾ പുറത്തുമായിട്ട് 20 ലക്ഷം ആളുകൾക്ക് ഒറ്റ ജമാഅത്തായി നിസ്കരിക്കാവുന്നതാണ് ഇപ്പോഴത്തെ മദീനത്തെ പള്ളി. പോയി കാണാൻ ഞങ്ങൾക്ക് വിധി കൂട്ടണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്.
അപ്പോ ആ ഭാഗത്തുള്ള 3 വാതിൽ. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഭാഗത്ത് നോക്കിയാൽ ആദ്യത്തെ വാതിൽ ബാബുസലാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റൗള ഷരീഫിലേക്ക് സലാം പറയാൻ വേണ്ടി കാരണ വാതിൽ ബാബുസലാം. അതിന് തൊട്ടടുത്ത വാതിൽ ബാബു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്ന ഭാഗത്തുള്ള വാതിൽ. അത് കഴിഞ്ഞാൽ പിന്നത്തെ വാതിൽ ഏതാ? ബാബുർ റഹ്മ എന്ന വാതിലാണ്. ബാബുർ റഹ്മ. അതെന്തേ ആ വാതിലിന് അങ്ങനെ ഒരു പേര് കിട്ടിയത്? അത് കിതാബുകളിലൊക്കെ കാണുന്ന ഒരു സംഭവം. അതേതാ? ഒരിക്കൽ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നു. മദീനത്തെ പള്ളിയിൽ മുത്തുനബി മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന മധ്യേ ഒരു സ്വഹാബി ആ വാതിൽക്കൽ കൂടെ കയറി വന്നു. ആ വാതിൽക്കൽ കൂടെ വന്നിട്ട് അയാള് വന്ന ഉടനെ നേരെ ഖുതുബയാണോ ബാക്കിയൊന്നും അയാൾ നോക്കിയില്ല. അയാളെ മനസ്സിലെ ആഗ്രഹമാണ് അയാൾ പറയുന്നത്. ചിലപ്പോ നമ്മള് സാധാരണക്കാരായ ആൾക്കാരുണ്ടാവും ഇല്ലേ, അവരെന്ത് ചെയ്യും? അവരൊന്നിച്ചു വന്നിട്ട് ഇവിടെ ഇപ്പൊ ഏപ്പിസ്താദിന് തിരക്കാണോ, മറ്റേ തങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ, വേറെ ഏതെങ്കിലും ഷുഗല്ലാണോ, അതൊന്നും കാരണന്മാരായ പഴയ ആൾക്കാർ അവര് നേരെ വന്നിട്ട് അവർക്ക് പറയാനുള്ളത് അങ്ങ് പറയും. അന്ന പോലെ ഇയാള് മനസ്സിൽ ബേജാറായിട്ട് വരികയാണ്. നബി തങ്ങളോട് ഇത് പറയണം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അത് മിമ്പർമലാണെന്നോ അതൊന്നും അയാൾക്ക് നേരെ പള്ളിയിൽ കയറിയിട്ട് അദ്ദേഹം യാ റസൂലല്ലാഹ്, മുത്തുനബി ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാള് റസൂലുള്ളാഹിനെ ഒറ്റ വിളി വിളിച്ചിട്ട് ഒരു നബിയേ, മദീനത്തെ പ്രദേശത്ത് മഴയില്ലാതെ ജനങ്ങൾ മുഴുവനും സങ്കടത്തിലാണ്. അള്ളാഹുവിന്റെ റസൂലെ, ചൂട് കൂടിയിട്ട് പക്ഷികളെ ജറക് കരിഞ്ഞിട്ട് താഴെ വീഴാറായിട്ടുണ്ട്. പച്ചയായി നിൽക്കുന്ന ഒരു ചെടികളും നാട്ടിലില്ലാതായിട്ടുണ്ട്. മൃഗങ്ങളൊക്കെ ദാഹിക്കത്തിന് വെള്ളം കിട്ടാതെ ചത്തുപോകുന്നുണ്ട്. ഗർഭിണികളായ സഹോദരിമാര് വാവിട്ട് കരയുന്നുണ്ട്. പ്രസവിച്ചിരിക്കുന്ന ചോര പൈതലിന് പാല് കൊടുക്കാനില്ലാതെ സ്ത്രീകളെ മുലയിൽ നിന്ന് ചോര വരുന്നുണ്ട്, രക്തം വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ മദീന ഇപ്പോഴുള്ളത്. യാ റസൂലല്ലാഹ്, ഖുതുബ അങ്ങനെ നടക്കുന്ന സമയത്ത് ഇയാള് ഒന്നായിട്ട് വന്നിട്ട് ഇതങ്ങ് പറഞ്ഞു. യാ റബ്ബ്, അതങ്ങ് പറഞ്ഞപ്പോൾ അയാളെ പറയൽ തീരുന്നതോട് കൂടെ ഹബീബുനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ മിമ്പറിൽ വെച്ചുകൊണ്ട് കൈ ഉയർത്തി. അള്ളാഹുവിലേക്ക് അങ്ങോട്ട് കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആ ഇങ്ങനെ റസൂൽ അങ്ങോട്ട് ദുആ ചെയ്തപ്പോൾ ആകാശത്ത് എവിടെയും ഒരു കാർമേഘമില്ല. നബി തങ്ങൾ കൈ അങ്ങോട്ട് ഉയർത്തിയപ്പോൾ എവിടെന്നോ ആകാശം കറുത്തു. ധാരാളം മേഘം നിറഞ്ഞു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ കഴിഞ്ഞപ്പോഴേക്കും മഴ വരാൻ തുടങ്ങി. സുബ്ഹാന ജല്ല ജലാലുഹു. മഴ അങ്ങോട്ട് പെയ്തിട്ട് പെരുത്തമായ കനത്ത മഴ. ജുമുഅ കഴിഞ്ഞ് പോകുന്ന ആളുകളൊക്കെ മഴ കൊണ്ടുകൊണ്ടാണ് പോകുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. മദീനയിൽ ഒരാഴ്ച നീണ്ടു നിന്ന മഴ. ഒരാഴ്ച മഴയോട് മഴ. അപ്പോഴേക്ക് മദീനയാകെ വെള്ളം നിറഞ്ഞു കവിഞ്ഞു. എല്ലാ സ്ഥലത്തും വെള്ളമായി. പിറ്റേത്തെ വെള്ളിയാഴ്ചയായി. ആ സമയത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന സ്വഹാബിയോ അതല്ലെങ്കിൽ മറ്റൊരു സ്വഹാബിയോ, അത് ചരിത്രത്തിൽ കാണാൻ രണ്ടും ഒരാള് തന്നെയാണോ രണ്ടാള് തന്നെയാണോ, അതേ വാതിൽക്കൽ കൂടെ വീണ്ടും പിറ്റേത്തെ വെള്ളിയാഴ്ച അദ്ദേഹം ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, മഴ മതിയായിരിക്കുന്നു. ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ നാൾ മുഴുവനും ഹലാക്കായി പോകും യാ റസൂലല്ലാഹ്. അതങ്ങ് പറഞ്ഞപ്പോൾ നബി മുഹമ്മദുർ റസൂലുള്ളാഹി മഴ നാട്ടുകാർക്ക് മതിയായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൈ കാണിച്ചു. അല്ലാഹുമ്മ അലൽ ജിബാലി വൽ ആകാം, അല്ലാഹുമ്മ അലൽ ജിബാലി വൽ ആകാം. പടച്ചവനെ, ഇനി മഴ പർവ്വതങ്ങളിലും മലകളിലും അങ്ങോട്ടേക്ക് പെയ്തോട്ടെ. ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഇനി മഴ മതിയായിരിക്കുന്നു. അതെന്താ സംഗതി? റസൂലുള്ള ദുആർന്നു, അപ്പൊ തന്നെ ഉത്തരം കിട്ടും. പിന്നൊരു കാര്യമുണ്ട്. നബിതങ്ങൾ ചോദിച്ചു വാങ്ങിയ ദുആ
നബിതങ്ങൾ ചോദിച്ചു വാങ്ങിയ മഴ നബിതങ്ങൾ തന്നെ പറയണം ഞങ്ങൾക്ക് മതിയിൽ. അതിനെ അല്ലാഹു തആല കാത്തു നിന്നത്. ഈ മഴ ആര് ചോദിച്ചിട്ട് കൊടുത്തതാ? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചിട്ട് കൊടുത്തതാ. നബിതങ്ങൾ ചോദിച്ചു വാങ്ങിയ ദുആയാണ് അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വാങ്ങിയ ദുആയാണ്. ആ ദുആ നബിതങ്ങൾ തന്നെ പറഞ്ഞു ഏനി ഞങ്ങൾക്കത് മതിയായിരിക്കുന്നു. അതുവരെ അല്ലാഹു മഴ പെയ്യിപ്പിച്ചുകൊണ്ടേ. ചില സംഗതി അങ്ങനെയുണ്ട്. മക്കളില്ലാത്ത ഒരാള് താജുൽ ഉലമ ഉപ്പാപ്പാനോട് പറഞ്ഞു മക്കളുണ്ടാകാൻ ദ്വാരക്കണം, അള്ളാഹു നല്ലോണം മക്കളെ തരട്ടെന്ന് പറഞ്ഞു. അയാളെ ഭാര്യ 18 പ്രസവിച്ചു. ഇനിയിപ്പം മക്കളെ മതി എന്ന് പറയാൻ താജുൽ ഉലമ ഇല്ല. ഞാൻ പറഞ്ഞാലോട് നിങ്ങൾ ഉപ്പാപ്പാന്റെ കവറിങ്ങ പോയി പറഞ്ഞു. അങ്ങനെ മഹാന്മാര് ചോദിച്ചു വാങ്ങിയാ പിന്നെ അത് അവര് പറയുമ്പോ തന്നെ നിർത്തുള്ളൂ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ദുആ അല്ലാഹു തആലയോട് ചോദിച്ചാൽ ആ ചോദിച്ചതിന് അപ്പോൾ തന്നെ ദുആഇന് ഉത്തരം കിട്ടും. അല്ല കുറച്ച് താമസിച്ചിട്ട് ദുആഇന് ഉത്തരം കിട്ടും. നമ്മൾ വിചാരിക്കുന്നത് പോലെ കിട്ടുക എന്നല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ദുആ എല്ലാ അമ്പിയാക്കളും ദുആ ചെയ്തിട്ടുണ്ട്, ഔലിയാക്കൾ ദുആ ചെയ്തിട്ടുണ്ട്, ബീവിമാരൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ഉമ്മമാര് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോട് പറയട്ടെ, എല്ലാവരും ചെയ്യുന്ന ഒരു ഇബാദത്താണ് ദുആ എന്നത്. പക്ഷേ ഹൃദയത്തിൽ അല്ലാഹ് 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 അത് നല്ല പോലെ എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കുകയില്ല, എന്റെ അള്ളാഹു എന്നെ ഉപേക്ഷിക്കുകയില്ല, എന്റെ അള്ളാഹു തആല എന്നെ വെറുതെ മടക്കുകയില്ല. അതാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ ചോദിക്കുമ്പോ തന്നെ കിട്ടണമെന്നില്ല. പണ്ട് ബറാഅത്തിന് യാസീൻ ഓതിയാൽ റിസ്ക് വിശാലമാകുന്ന പൊതുവെ പറയും. ഇവിടെ ഇല്ലേ? അപ്പൊ ഉസ്താദിന്റെ വഅദ് കേട്ടിട്ട് ഒരു പെണ്ണുങ്ങള് ബറാഅത്തിന് 3 യാസീൻ ഓതിട്ട് അള്ളഹാനോട് അങ്ങനെ റിസ്ക് തരണം, ഇങ്ങനെ റിസ്ക് തരണം, മറ്റേ റിസ്ക് തരണം, അങ്ങനെ ബിരിയാണി വേണം, കോഴി വേണം, ബാക്കിയുള്ളത് വേണം, എല്ലാം ദ്വാർന്ന്. ആ കൊല്ലം വളരെ മോശം ഉമ്മാമാക്ക് വളരെ കഷ്ടപ്പാടായി. അപ്പൊ ഉമ്മാമ്മ വിചാരിച്ച് നിൽക്കട്ടെ, അടുത്ത ബറാഅത്ത് വരട്ടെ, അന്നേരം കുറച്ച് പറയാൻ വിചാരിച്ചു. പിറ്റേത്തെ വർഷം ബറാഅത്തിന്റെ ദിവസമായപ്പോ ഉമ്മാമ്മ 3 യാസീൻ ഓതിട്ട് അള്ളഹാനോട് പറഞ്ഞ പടച്ചവനെ കഴിഞ്ഞ വർഷത്തെ മാതിരി അടിച്ചാൽ നീ എനിക്ക് കണക്കാക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുആഇന്റെ കാര്യം പഠിപ്പിക്കുന്നിടത്ത് പറയുന്നുണ്ട്, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ഒരു ആവശ്യം നമുക്ക് പൂർത്തിയാക്കി തരും. ഒരു ദുആഇന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ദുആ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ദുആ ചെയ്യുന്ന അതേ ദുആ അള്ളാഹു സ്വീകരിച്ച് അതിന്റെ പ്രതിഫലം തരും. അല്ലെങ്കിലോ നമ്മൾ ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരും. ഇത് രണ്ടുമല്ലെങ്കിലോ നമ്മുടെ ദുആ കാരണം അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തു തരും. ഇത് 3ഉം കിട്ടുമ്പോഴോ അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു ഹസനാത്ത്, ഒരു പദവി നമുക്ക് വർദ്ധിപ്പിച്ചു തരും. 4 ഒരു പ്രതിഫലം നൽകാതെ ഒരു ദുആ വെറുതെ മടക്കുക, അത് അല്ലാഹുവിന്റെ പതിവിൽപ്പെട്ടതല്ല, അല്ലാഹുവിന്റെ ഇസ്സത്തിന് യോജിച്ചതല്ല. ഇപ്പോ നമ്മുടെ ചെറുപ്പക്കാര് കുട്ടികളെല്ലാം ഒരു പുതിയ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ, ആവശ്യമുള്ളത് ചോദിച്ചു പഠിക്കുന്നതല്ലേ ആണോ? ആവശ്യമുള്ള ഒരു മസ്അല, നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും കാര്യങ്ങളും അതൊന്നും ചോദിച്ചു പഠിക്കാൻ ആളില്ല. ഇല്ലാത്ത ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ആ കൊറോണന്റെ ബേജാറിൽ നിൽക്കുന്ന സമയത്താണ് തോന്നുന്നത്, ഒരാൾ രാത്രി സമയത്ത് എന്നെ വിളിച്ചു, ഹലോ ഓ കൂറ്റമ്പാറ ഉസ്താദല്ലേ? അതെ, ഒരു സംശയം ചോദിക്കാതെ. എന്തെന്നാടോ? ഇബ്ലീസ് ആണാ പെണ്ണാ? മുങ്കറിനെ കീറിനും കൂടി ആ സംശയമില്ല. പാതിരാക്ക് വിളിച്ചെടുത്തിട്ട് ഒരാൾക്ക് ചോദിക്കാനുള്ളത് എന്താ? ഇബ്ലീസ്
ആണാ പെണ്ണാ? ഞാൻ പറഞ്ഞു ഇബ്ലീസ് ഇന്നെപ്പോലത്തെ ഒരാളാന്നാ തോന്നുന്നത്, അല്ലാണ്ട് വേറെ എന്താ പറയണ്ടേ അല്ലേ? അപ്പൊ ഞാൻ ഓർമ്മപ്പെടുന്നത് ആവശ്യമുള്ളത് ചോദിച്ച് പഠിക്കാന്നുള്ളതല്ല ആളുകൾക്ക് താല്പര്യമുള്ളത്. ഇടക്കിടക്ക് വരും ഓരോ ചോദ്യങ്ങൾ. ഇന്നാളെ ഒരു ചങ്ങായി ചോദിച്ചു, അല്ല ഉസ്താദേ യൂസുഫ് നബിനെ വിറ്റ് എന്ന് പറഞ്ഞല്ലോ അല്ലേ, യൂസുഫ് നബിനെ മാർക്കറ്റിൽ വിറ്റ്, അത് എത്ര റുപ്യക്കാണ്? ഓരോരോ ആളുകളെ ചോദ്യം കണ്ണുകൾ. യൂസുഫ് നബിനെ വിറ്റത് എത്ര? ഞാൻ പിന്നെ കുഴപ്പാക്കണ്ടെന്ന് വിചാരിച്ച അയാളോട് പറഞ്ഞത് സമനിം ബഖ്സിൻ, ചെറിയ വിലക്ക് വിറ്റ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാൾ എന്നാലും എത്ര കിട്ടിയിട്ടുണ്ടാവും? യാ അല്ലാഹ്. പിന്നെ ഞാൻ പറഞ്ഞ മറുപടി ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്നില്ല. അല്ലാഹു തആല ഖൈർ ചെയ്യുമാറാവട്ടെ. ആവശ്യമില്ലാത്തത് ചോദിച്ചറിഞ്ഞ് നടക്കലല്ല നമുക്ക് വേണ്ടത്. ആവശ്യമുള്ള എത്രയോ അത്യാവശ്യമുള്ള ഫർള് അയിനായ സംഗതികൾ ചോദിക്കാനും പഠിക്കാനും അതിനാള് തയ്യാറാണ്. അത് അള്ളാനോട് ചോദിക്കുമ്പോഴും ഇപ്പൊ അങ്ങനത്തെ ഒരു കോലത്തിലേക്കാണ് പോകുന്നത്. ദുആ ചെയ്യുന്ന സമയത്ത് നാളെ ഒരാൾ ദുആ, അല്ലാഹുവേ സ്വർഗത്തിന്റെ വലഭാഗത്ത് ഏറ്റവും നല്ല ഒരു സീറ്റ് തരണേ. അള്ളാഹ്ക്ക് സ്ഥലം നിശ്ചയിച്ചു കൊടുക്കാൻ പറ്റും. അദബില്ലാത്ത ദുആയിൽപ്പെട്ടതാണ് അതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലുല്ലാഹൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് ഫിർദൗസ് എന്ന സ്വർഗം തരണേ. അങ്ങനെ ചോദിച്ചാൽ മതി. അള്ളാഹ് നിങ്ങൾ സ്ഥലം നിർണയിച്ചു കൊടുത്തിട്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ഇന്ന മാതിരിയുള്ള സ്ഥലം നമുക്ക് തരണം. അദബില്ലാത്ത ദുആയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു തആല തരും. എന്താണ്? ചോദിച്ചത് തരും. അല്ലെങ്കിലോ ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരും. അപ്പൊ ഒരാൾ ചോദിച്ചു, അല്ല ഉസ്താദേ നമുക്ക് ഖൈറായതല്ലേ നമ്മൾ ചോദിക്കുന്നത്, പിന്നെ അതെന്നെ തന്നാ പോരെ, പിന്നെ വേറൊരു ഖൈറിനെ താമസിപ്പിക്കേണ്ട കാര്യം എന്താ? അല്ലാഹു റബ്ബി, അത് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഇന്നലത്തെ ചരിത്രം വെച്ചുകൊണ്ടാണ് നാളേക്ക് വേണ്ടി ചോദിക്കുന്നത്. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയോ? അവിടെയാണ് അല്ലാഹു തആല ഖൈർ തരും എന്ന് പറയുന്നത്. ഏതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ മക്കളുണ്ട്. ചെറിയ മക്കൾ എത്ര വയസ്സാവുമ്പോൾ ആ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങും? എത്ര വയസ്സാവുമ്പോൾ? അതെന്നാളെ ഒരാളോട് നോമ്പെത്രയായി എന്ന് വെച്ചപ്പോ അയാൾ പറഞ്ഞു, മറ്റേ മാസം കാണുമ്പോൾ നിർത്താം, ഞാനങ്ങനെ എണ്ണാൻ നിൽക്കലില്ല. എന്ന പോലെ നിങ്ങളെ കുട്ടികളെ വയസ്സൊന്നും നോക്കിയിട്ടില്ല അല്ലെ? അപ്പൊ അങ്ങനെ ഒരു 8 മാസം എല്ലാം കഴിയുമ്പോൾ ഒരു വയസ്സിന്റെ അങ്ങോട്ട് എത്തുമ്പോൾ കുഞ്ഞുങ്ങളും എല്ലാം നടക്കാൻ തുടങ്ങും. നടക്കാൻ തുടങ്ങുമ്പോ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര താല്പര്യം. അപ്പൊ വീട്ടിലുള്ള കുട്ടികൾ ഇങ്ങനെ ചെറിയ മക്കൾ ഇങ്ങനെ നടക്കുമ്പോ കാലുമ്മൽ നോക്കിയാൽ കാണാം. ആരെ ചെരുപ്പാ കുട്ടിന്റെ കാലുമ്മലുള്ളത്? ആരെ ചെരുപ്പ? ഉപ്പാന്റെ ചെരുപ്പാണ്. അല്ല, ഉപ്പാന്റെ ചെരുപ്പ് ഇട്ടിട്ട് മോനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഉമ്മാന്റെ ചെരുപ്പ് ഇട്ടിട്ട് മോളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ പുതിയ ചെരുപ്പ് വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ ചെറിയ മോൻ പറഞ്ഞു, എനിക്ക് ഉപ്പാപ്പാന്റെ ചെരുപ്പ് മതി എന്ന് പറഞ്ഞു. ഓന്റെ ദുആ അങ്ങനെയാ. എന്നാ നിങ്ങൾ ഏത് ചെരുപ്പ വാങ്ങിക്കൊടുക്കാം? ശരി, ഓനിക്ക് ഉപ്പാപ്പാന്റെ ചെരുപ്പ് മതി എന്നാ പറഞ്ഞു. എന്നാ അത് വാങ്ങിക്കൊടുക്കാന്ന് വിചാരിക്കും. കുട്ടിന്റെ ദുആ മുഴുവൻ ഏത് ചെരുപ്പ് വാങ്ങാനാ? കുട്ടിന്റെ ദുആ മുഴുവൻ ഉപ്പാന്റെ ചെരുപ്പ് മതി, ഉമ്മാമാന്റെ ചെരുപ്പ് മതി എന്നാ നമ്മൾ അതാണോ വാങ്ങിക്കൊടുക്കുന്നത്? അല്ല. എന്തുകൊണ്ട്? കുട്ടിക്ക് കാര്യം അറിയില്ല, കുട്ടിക്ക് കഥ അറിയില്ല. അതുകൊണ്ട് കുട്ടിയുടെ ദുആ ഏതാ? ഉപ്പാപ്പാന്റെ ചെരുപ്പ് മതി. അള്ളാഹുവിന് മുമ്പിൽ നമ്മളൊക്കെ കുട്ടികളാണ്. നമ്മളെ ദുആ ചിലപ്പോ എന്തായിരിക്കും? എനിക്ക് ഉപ്പാപ്പാന്റെ ചെരുപ്പ് മതി എന്നായിരിക്കും. പക്ഷെ കുട്ടി കരയുന്നത് ഉപ്പാപ്പാന്റെ ചെരുപ്പിനാണെങ്കിലും നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് എങ്ങനെ? ആ കുഞ്ഞിനെ എടുത്ത് ഒരു ഷൂ വെക്കുന്ന കടയിൽ പോകും, നല്ല ഷൂ, ഒരു ഷൂ എടുത്തിട്ട് കുട്ടിയുടെ കാലുമ്മൽ കൊടുക്കും. കുട്ടിയുടെ കാലുമ്മൽ ആ ഷൂ വെച്ചിട്ട് കുട്ടി ഇങ്ങനെ ചവിട്ടി നോക്കുമ്പോ കിക്കി എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട്. അപ്പൊ തന്നെ എനിക്ക് ഉഷാറായി. അപ്പൊ മറ്റേ കാലുമ്മൽ വെച്ചു കൊടുത്തു. അപ്പൊ അതിന് പിപ്പി എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട്, കിക്കി പിപ്പി. അല്ലാ. അപ്പൊ നോക്കുമ്പോ അതിന്റെ മുകളിൽ ഒരു ലൈറ്റ് ഉണ്ട്, അതിങ്ങനെ കെട ഓഫാകുക അങ്ങനെയാണ്. ഇപ്പൊ കുട്ടി ദുആ ചെയ്തത് ഉപ്പപ്പാന്റെ ചെരുപ്പിനാ. കിട്ടിയത് ഏതാ? കിട്ടിയത് കാലിന് പാകമുള്ള നല്ല സന്തോഷമുള്ള ചെരുപ്പ്, ഷൂ ആണ് കിട്ടിയത്. ഇതാണ് നബി മുഹമ്മദ് മുസ്തഫ
നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഉപ്പപ്പാന്റെ ചെരുപ്പ് മതി എന്നായിരിക്കും. കാരണം നമുക്ക് അത്രയല്ലേ അറിയുള്ളൂ. അള്ളാഹുവിന് മുമ്പിൽ നമ്മളൊക്കെ കൊച്ചു കുട്ടികളാണ്. അള്ളാഹുവിന് മുമ്പിൽ നമ്മളൊക്കെ ചെറിയ മക്കളാണ്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ചോദിച്ചത് ഖൈറാണോ അത് അള്ളാഹു തആല തരും, അല്ലെങ്കിൽ അതിനേക്കാൾ ഖൈറായത് ഏതാണോ അത് അള്ളാഹു തആല നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എല്ലാ ഉമ്മപങ്കന്മാരോടും സഹോദരിമാരോടും പറയട്ടെ, രാവും പകലും വ്യത്യാസമില്ലാതെ നല്ല നല്ല സമയങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് ശേഷമുള്ള ദുആ 3 വിധത്തിലാണ്. ഒന്ന്, ഒറ്റക്ക് ദുആ, നമ്മുടെ സങ്കടം നമ്മൾ തന്നെ പറഞ്ഞു ദുആ. അത് നിസ്കാരം ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആരാധനകളുടെ രാജാവായ നിസ്കാരം, ആ നിസ്കാരത്തിൽ ഒറ്റക്ക് ദ്വാരക്കാൻ വേണ്ടി മാത്രം ഒരു ഫറളുണ്ടല്ലോ. ദുആഇന് വേണ്ടി മാത്രമുള്ള ഒരു ഫറളുണ്ട് നിസ്കാരത്തിൽ. അതേതാ? ആ ഫറളില് ദുആ മാത്രമാണുള്ളത്. അതേതാണ്? അത് ഒറ്റക്ക് ദ്വാരക്കാൻ. അതേതാ? 2 സുജൂദിന്റെ ഇടയ്ക്കൊരു ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിൽ എന്താ പറയുന്നത്? റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 ഡാറ്റയാണ്. അതിൽ ഉൾക്കൊള്ളാത്ത ദുനിയാവും ആഖിറവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വിഷയങ്ങളും ഉൾപ്പെട്ട ദുആ. അതെങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാൻ അവിടെ. എന്താണത്? ഒരാൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആലക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദുആ ചെയ്യണം. അഖറബു മാ യകൂനുൽ അബ്ദു ഇലാ റബ്ബി, അടിമ ഉടമയിലേക്ക് അടുക്കുന്നതിൽ ഏറ്റവും അടുക്കുന്ന സമയം വഹുവ സാജിദ്, സുജൂദിൽ കിടക്കുന്ന സമയമാണ്. സുജൂദിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 8 അവയവങ്ങൾ അല്ലെ, 7 അവയവങ്ങൾ നിർബന്ധമായും, മൂക്ക് സുന്നത്തായും 8 അവയവങ്ങൾ നിലത്ത് അമർത്തി വെക്കുന്ന ഇബാദത്താണ് സുജൂദ്. അത് അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇബാദത്താണ് സുജൂദ്. സ്വർഗത്തിന് 8 കവാടങ്ങളാണുള്ളത്. ആ 8 വാതിലുകളും നമുക്ക് നേരെ തുറക്കാൻ കാരണമാകുന്ന ഇബാദത്താണ് സുജൂദ്. സുജൂദ് എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. 2 കൈവിരലുകളുടെ പള്ള, 2 കാൽവിരലുകളുടെ പള്ള അല്ലെ, 2 മുട്ടുംകാല്, നെറ്റിത്തടം, ഇത് 7ഉം നിർബന്ധമായി നിലത്ത് വെക്കണം. എന്നിട്ടോ മൂക്ക്, അത് സുന്നത്തായിട്ട്. അങ്ങനെ 8 അവയവങ്ങൾ, 8 കവാടങ്ങളും സുർക്കപ്പെടുന്ന ഒരു ഇബാദത്താണ് സുജൂദ്. ഒരു സുജൂദ് ചെയ്തു, അല്ലാഹു തആല അധികമായി സന്തോഷിച്ചു. ആ സമയത്ത് ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കാൻ. എന്തിനു വേണ്ടി? 2ാമത്തെ സുജൂദിൽ അള്ളാഹിന്റെ സന്തോഷം വർദ്ധിപ്പിക്കാൻ. ഈ 2 സന്തോഷത്തിന്റെ ഇടയ്ക്ക് മെല്ലെ അള്ളാഹുവിനോട് പറയണം, റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അല്ലാഹ്, പടച്ച റബ്ബിനോട് പാപമോചനത്തിന് വേണ്ടിയുള്ള ദുആ, പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ദുആ, നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള ദുആ ആണ്. അപ്പൊ ഒറ്റക്ക് ദുആ ചെയ്യുക എന്ന ഒരു ഫറള് നിസ്കാരത്തിൽ പഠിപ്പിച്ചത് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ ആവലാദികളും നമ്മുടെ വേവലാദികളും നമുക്ക് കിട്ടാനുള്ള കാര്യം എല്ലാറ്റിനും അല്ലാഹുവിനോട് ഒറ്റക്ക് ദുആ ചെയ്യുക.